സൂപ്പർ ഹിറ്റ് ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗമായി ജയിലർ 2 ചിത്രീകരണം ആരംഭിച്ചു. വാളയാറിലെ ആദിവാസി ഉന്നതി എന്ന സ്ഥലത്താണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ 2. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. നേരത്തെ കോഴിക്കോടാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വാളയാറിൽ പുരോഗമിക്കുകയാണ്. വാളയാറിലെ ആദിവാസി ഉന്നതി എന്ന സ്ഥലത്താണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇതിനോടകം തന്നെ രജനീകാന്ത് ഷൂട്ടിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു. സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, ചിത്രീകരണ സ്ഥലത്തേക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ചിത്രീകരണത്തിന്റെ ഭാഗമായി മലബാർ സിമന്റ്സിലും രജനീകാന്ത് എത്തിയിരുന്നു. നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ 2. 2023 ജയിലർ റിലീസ് ചെയ്തത്. മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ജയിലർ 600 കോടിയിലേറെ രൂപയാണ് അന്ന് നേടിയത്. ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജനുവരി 14 രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത്. പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള ചിത്രമാകും ജയിലർ 2 എന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാവും രണ്ടാം ഭാഗമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിലും ഉണ്ടോ എന്നതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. എന്നാൽ ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ സംവിധായകൻ നെൽസൺ പോയത് വാർത്തയായിരുന്നു. പിന്നാലെ മോഹൻലാലിനെ ചിത്രത്തിലേക്ക് ക്ഷണിക്കാനാണ് സംവിധായകൻ എത്തിയതെന്ന് വ്യക്തമായതോടെ ആരാധകർ ആവേശത്തിലാണ്. അനിരുദ്ധാണ് രണ്ടാം ഭാഗത്തിനും സംഗീതമൊരുക്കുന്നത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറനാണ് ജയിലർ 2 നിർമ്മിക്കുന്നത്. ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.